കേരളത്തിൽ 400-ന് മുകളിലുള്ള തിയേറ്ററുകൾ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാക്കിയിരിക്കുന്നു. ഒരുപക്ഷെ 380, 420 തിയേറ്ററുകളായിരിക്കാം വരാൻ പോകുന്നത്. വേൾഡ് വൈഡായിട്ട് ഗംഭീരമായിട്ടുള്ള തിയേറ്റർ ചാർട്ടിങ്ങും കാണുന്നു. UK-യിൽ 200-നടുത്തുള്ള സെൻറ്ററുകളിലേക്ക് എത്തുന്നു. 150 ഓൾറെഡി ആയിക്കഴിഞ്ഞു. അതേപോലെ തന്നെ നമുക്ക് ജർമ്മനിയിൽ 63 ലൊക്കേഷൻസിൽ സിനിമ റിലീസ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഇന്ത്യക്കകത്തുള്ള ബാക്കിയുള്ള റിലീസിനെ കുറിച്ച് വലിയ കാര്യങ്ങൾ കേൾക്കുന്നില്ല. പ്രത്യേകിച്ച് രാജ് ബി ഷെട്ടിയുള്ള ആ ഏരിയയിൽ കർണാടകത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് യാതൊരു തീർപ്പും ഉണ്ടായില്ല. ഇപ്പോൾ പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വരുന്നു. കർണാടക റിലീസ് ചെയ്യുന്നത് ലൈറ്റർ ബുദ്ധ ഫിലിംസ് ആണ്. അതായത് രാജ് ബി ഷെട്ടിയുടെ കമ്പനിയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. ഒരു കാര്യം തീർപ്പാക്കുകയാണ്, അവിടെ ഗംഭീര റിലീസാണ്. കൊടൂര മാസ് വില്ലനായിട്ടാണ് അദ്ദേഹം ഈ ഒരു സിനിമയിൽ അഴിഞ്ഞാടാൻ പോകുന്നത്. അതായത് നായകന് മുകളിൽ നിൽക്കുന്ന ഒരു വില്ലൻ വേഷം എന്ന് തന്നെ പറയാം. അപൂർവങ്ങളിൽ അപൂർവമായി മലയാള സിനിമയിൽ നിന്ന് മാത്രമല്ല ഇന്ത്യൻ സിനിമയിൽ പോലും ഉണ്ടാകുന്ന ഒരു കാര്യം, വല്ലപ്പോഴുമൊക്കെ വീട്ടിൽ കിട്ടുന്ന ഒരു ഭാഗ്യമെന്ന് പറയാം. ആ റേഞ്ചിലാണ് ഇപ്പോൾ സിനിമ നിൽക്കുന്നത്. എന്താണേലും അവിടെ കർണാടകത്തിൻ്റെ കാര്യം ഇപ്പോൾ തീർപ്പാകുകയാണ്. വേറൊന്നുമല്ല, അവിടെ ഒരു കൊടൂരമായിട്ടുള്ള റിലീസ് തന്നെ, ഒപ്പം ഗംഭീരമായിട്ടുള്ള കളക്ഷനും പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് രാജ് ബി ഷെട്ടിയുടെ ഏരിയയിൽ അദ്ദേഹത്തിൻ്റെ സിനിമ കാണാൻ അദ്ദേഹത്തിൻ്റെ ആരാധകർ ഇടിച്ചു കയറുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് അന്യ സംസ്ഥാനത്ത് പോയി അവിടെ മികച്ച ഒരു വേഷം കിട്ടുമ്പോൾ അവരുടെ നാട്ടിനേക്കാളും മികച്ച ഒരു റോള് അവർക്ക് കാണാൻ കഴിയുമെന്നുള്ളത് അവർക്ക് ഉറപ്പാണ്. അപ്പോൾ ആ ഒരു ഫിലിമിന് വേണ്ടി കർണാടകക്കാർ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. മലയാളത്തിൽ സമീപകാലത്ത് വന്ന സിനിമകൾക്ക് കർണാടകയും തെലുങ്കാനയും ഒക്കെ മികച്ച സപ്പോർട്ട് നൽകുമ്പോൾ ഇത് ഒന്നും കൂടെ ഉറപ്പിക്കുകയാണ് കർണാടകത്തിൽ മികച്ച കളക്ഷനും മികച്ച റിലീസുമായിട്ട്. എന്തായാലും പല കാര്യങ്ങളിലൂടെ അല്ലെങ്കിൽ പ്രൊമോഷൻ പരിപാടിയിലൂടെ മമ്മൂട്ടി കമ്പനി മുന്നോട്ട് കുതിക്കുന്നു. അതിഗംഭീരമായിട്ടുള്ള പ്രൊമോഷനാണ്. ഖത്തറിൽ അതിഗംഭീരമായിട്ടുള്ള പ്രൊമോഷൻ തുടങ്ങാൻ പോകുന്നു. അങ്ങനെ നോക്കുമ്പോൾ ആകെ മൊത്തം നോക്കുമ്പോൾ ഗംഭീരമായിട്ടുള്ള ഒരു പ്രൊമോഷൻ പരിപാടി. അതുപോലെ തന്നെ ബഡ്ജറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് ഒരു കാര്യം വ്യക്തമാകുന്നു, രാജ് ബി ഷെട്ടിക്ക് നൽകുന്നത് അദ്ദേഹത്തിൻ്റെ റെന്യൂമറേഷൻ എന്നുള്ളത് പോലെ തന്നെ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കോസ്റ്റൊക്കെ നമുക്ക് ഏകദേശം ഊഹിക്കാവുന്ന കാര്യമുള്ളൂ. ഇവിടെ 70 കോടി 80 കോടി എന്നൊക്കെ പറയുന്നവർക്ക് ഇതൊരു 25-30 കോടിയിൽ തീർത്തിട്ടുണ്ടാകുമെന്നുള്ളതിന് ഏറെക്കുറെ ഉറപ്പാകുന്ന ഒരു കാര്യം തന്നെയാണ്. അത് അവിടെ നിൽക്കട്ടെ, എത്ര എമൗണ്ട് എന്നുള്ളതല്ല. സിനിമ അതിമനോഹരവും അതിഗംഭീരമായിട്ട് കയറിപ്പൊക്കോളും. നല്ല കളക്ഷനായിട്ട് കയറി വരും. വേറൊന്നുമല്ല, നല്ല സിനിമയാണെങ്കിൽ. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു ബ്രോസ്.